ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വോൾ സോയിങ്ക എഴുതിയിട്ടുള്ള ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വോൾ സോയിങ്ക വാസ് ബോൺ ഓൺ 13 July 1934 ആൻഡ് ഹീസ് സ്റ്റിൽ അലൈവ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നൈജീരിയൻ പോയറ്റ്, പ്ലേറൈറ്റ്, നോവലിസ്റ്റ്, എസ്സേസ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് ആര്? വോൾ സോയിങ്ക എന്ന് പറയുന്നത്. വോൾ സോയിങ്ക എന്ന് പറയുന്ന പേഴ്സൺ, ഹി ബിലോങ്സ് ടു യൊറൂബ ഫാമിലി ആൻഡ് ഹി വൺ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ in the year 1986 and is the first African to win Nobel Prize for Literature. Please note that he was his first black African to win Nobel Prize for Literature in the year 1986. ഇനി നമുക്ക് ടെലിഫോൺ കോൺവെർസേഷൻ പോകാൻ നോക്കാം. അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് 1963 and it appeared in the collection Modern Poetry from Africa, published in Nigerian journal Black Orpheus. Black Orpheus എന്നുള്ള നൈജീരിയൻ ജേർണലിലാണ് ഈ ഒരു പോം വന്നിട്ടുള്ളത്. പോം ഉള്ള കളക്ഷൻ്റെ പേര് മോഡേൺ പോയിട്രി ഫ്രം ആഫ്രിക്ക എന്നതാണ്. ഇത് ഇറ്റ്സ് എ സെറ്റയർ ഓൺ റേസസ് ആണ്. ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഇതിൽ തീംസ് ആയി വരുന്നത് ഐഡന്റിറ്റി ക്രൈസിസ്, റേസിസം ആൻഡ് റേഷ്യൽ പ്രജുഡീസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിലെ തീംസ് എന്തൊക്കെയാണ്? ഐഡന്റിറ്റി ക്രൈസിസ്, റേസിസം ആൻഡ് റേഷ്യൽ പ്രജുഡീസസ്. സോ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കുന്ന സമയത്ത് എന്താണ്? ടെലിഫോൺ കോൺവെർസേഷൻ ആണ്. സോ ദ പോം ഈസ് എ ടെലിഫോൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ലാൻഡ് ഓണർ ആൻഡ് എ കസ്റ്റമർ. അതായത് നമ്മുടെ പോയിറ്റ് ഒരു എന്താണ് വെസ്റ്റ് ആഫ്രിക്കനാണ്. ആൻഡ് ദ ലേഡി എന്ന് പറയുന്നത്, ദ ലാൻഡ് ലേഡി എന്താണ്? ബ്രിട്ടീഷ്, ഒരു വൈറ്റ് ലേഡിയാണ്. സോ നമുക്കറിയാമല്ലേ ഈ ഒരു ആഫ്രിക്ക പോലത്തെ കൺട്രിയിൽ എത്രമാത്രം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഒരുപാട് മാറി എന്നാണ് ആ വൈറ്റ്സ് പ്ലീഡ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ ഒരു ബ്ലാക്സിനോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല, വി ആർ ഗിവിങ് റെസ്പെക്ട് ടു ദം എന്നുള്ളൊരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു സെനറിയയിലാണ് ഈ ഒരു പോം നടക്കുന്നത്. സോ നമുക്ക് പോം എന്താണെന്ന് നോക്കാം. ഇതിൽ സ്പീക്കർ, അതായത് നമ്മുടെ പോയിറ്റ് ഒരു പത്രവാർത്ത കണ്ടിട്ടാണ് ഈ ഒരു ഫോൺ കോൾ നടത്തുന്നത്. അതായത് ഒരു വീട് വാടകയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം കണ്ടിട്ട് നമ്മുടെ ഈ ഒരു സ്പീക്കർ ഈ ലാൻഡ് ലേഡീനെ കോൾ ചെയ്യുകയാണ്. അതിൽ കൊടുത്ത പ്രൈസ്, അതായത് ആ ഒരു ഹൗസിൻ്റെ പ്രൈസ് നമ്മുടെ ഈ ഒരു സ്പീക്കറിന് അഫോർഡബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്പീക്കർ ഈ ലാൻഡ് ലേഡിയെ വിളിക്കുന്നത്. നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് വീടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു നോക്കൂലേ, അതുപോലെ നമ്മളെ സ്പീക്കർ വിളിക്കുകയാണ്. ആൻഡ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഈ ഒരു സ്പീക്കറിന് ഓക്കെ ആയിരുന്നു. പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? ലാൻഡ് ലേഡീൻ്റെ വീട് എന്ന് പറയുന്നത് കുറച്ച് അകലെയാണ്, അല്ലെങ്കിൽ അവർ താമസിക്കുന്നത് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് നമ്മുടെ ഈ ലാൻഡ് ലേഡി ഫോൺ എടുത്ത സമയത്ത് നമ്മുടെ സ്പീക്കർ പറയുകയാണെന്ത്? ഒരു സെൽഫ് കൺഫെഷൻ നടത്തുകയാണ്. എന്താ കൺഫെഷൻ? ഒരു കുറ്റസമ്മതം അല്ലേ? മാഡം, ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഐ എം വാണിങ് യു, ഐ എം ഗിവിങ് എ വാണിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു പ്രയോജനമില്ലാത്ത ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു സ്പീക്കർ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിന് മുമ്പേ ഒരുപാട് ഇതേപോലെ ഫോൺ കോളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീടൊക്കെ ഇഷ്ടപ്പെട്ട് സെറ്റ് അവസാനം താനൊരു ആഫ്രിക്കൻ ആണെന്ന് അറിഞ്ഞ സമയത്ത് ചിലപ്പം വൈറ്റ് പീപ്പിൾ അവരുടെ വീട് ഇവർക്ക് കൊടുക്കാത്ത സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരുന്നു നമ്മുടെ സ്പീക്കർ പറയുന്നത് എന്ത്? ഞാൻ അതേ കൺഫ്യൂസ് ചെയ്യുന്നു. ഒരു അനാവശ്യമായിട്ടുള്ള പ്രയോജനമില്ലാത്തൊരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺഫ്യൂസ് ചെയ്യാണ് ഞാൻ ആം ആഫ്രിക്കൻ. അപ്പോൾ ലേഡി അത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. ആ ലേഡി ഒരു വൈറ്റ് പേഴ്സൺ ആണ്. സോ വൈറ്റ് പീപ്പിളിന് ഇത്രയൊക്കെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അവർ ഈക്വൽ ആണ്, റെസ്പെക്ട്ഫുൾ മാനറിലാണ് പെരുമാറുന്നത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോയിട്ട് ഇവർ ശക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു അമ്മൻ ആഫ്രിക്കൻ എന്ന് കേട്ടപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള ലാൻഡ് ലേഡി ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ഒരു സൈലൻസ് ആണ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത്.
പിന്നെ നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ കേൾക്കുന്നത് ഒരു ലിപ്സ്റ്റിക് കോട്ടൺ ലോങ് ഗോൾഡ് റോൾഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ് അപ്പർ ക്ലാസ്സിൻ്റെ പോഷ് ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പരിഷ്കാരിയുടെ സ്വരമാണ് പിന്നെ കേട്ടതെന്നാണ് സ്പീക്കർ പറയുന്നത്. അപ്പോൾ ദെൻ ആ ഒരു ലാൻഡ് ലേഡി ചോദിക്കുകയാണ് എത്ര ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ എത്ര ഇരുണ്ടതാണ് എന്ന് ചോദിക്കുന്നു. ലൈറ്റ് ഓർ ഡാർക്ക് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പോയറ്റിന് എന്താണ് അപ്പോൾ ഒരു ബട്ടൺ ബി ബട്ടൺ എ എന്ന് പറയുന്നുണ്ട്. ബട്ടൺ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക് ബൂത്ത് നിന്നാണ് നമ്മുടെ പോയിറ്റ് വിളിക്കുന്നത്. അപ്പം ബട്ടൺ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യാനും ബട്ടൺ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനുമാണ്. അപ്പോൾ പോയിറ്റിന് അവിടെ ഒരു കൺഫ്യൂഷൻ വരികയാണ്, either ടു ഡിസ്കണക്ട് ദ കോൾ ഓർ ടു കണ്ടിന്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാൻഡ് ലേഡി ചോദിക്കുകയാണ് എന്ത് ലൈറ്റ് ആണോ ഡാർക്കാണോ എന്ന്. അത് കേട്ടപ്പോൾ പോയറ്റും എന്താണ് യഥാർത്ഥമാണോ അല്ലെങ്കിൽ ഇത് എന്താണ് ഒരു ഡ്രീം ആണോ എന്ന് തോന്നുകയാണ്. പെട്ടെന്ന് പോയറ്റും എന്താണ് സൈലൻ്റ് ആവുകയാണ്. അപ്പോൾ പോയറ്റിന് തോന്നുകയാണ് എന്ത് സൈലൻ്റ് ആവുന്നത് എന്താണ് ഒരു ബാഡ് മാനേഡ് ആണെന്ന് തോന്നിയിട്ട് പോയറ്റ് സ്പീക്ക് ചെയ്യാണ്. എന്ത് ചോദിക്കുകയാണ് എന്താണെന്ന് ഒന്നുകൂടി വിശദമാക്കുമോ എന്ന് ചോദിക്കുകയാണ് ലാൻഡ് ലേഡിയോട്. അതായത് ലൈറ്റ് ഓർ ഡാർക്ക് എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഈ ലാൻഡ് ലേഡിയോട് ഒന്നുകൂടെ ചോദിക്കുകയാണ് ആര് നമ്മുടെ പോയറ്റ്. അപ്പോൾ ലാൻഡ് ലേഡി മറുപടി പറയാണ് ആർ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് എന്നാണ്. നിങ്ങൾ നന്നായിട്ട് കറുത്ത ഒരാളാണോ അല്ലെങ്കിൽ വെരി ലൈറ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോയിട്ട് അതിന് മറുപടി കൊടുക്കുകയാണ് എന്ത് പ്ലെയിൻ ചോക്ലേറ്റ് പോലെയാണോ മിൽക്ക് ചോക്ലേറ്റ് പോലെയാണോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ പോയിട്ട് ആരോട് ചോദിക്കുകയാണ് ആ ലാൻഡ് ലേഡിനോട് ചോദിക്കുകയാണ്. യെസ് എന്ന് ആ ലാൻഡ് ലേഡി മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ എന്നാണ് പറയുന്നത്. എൻ്റെ പാസ്പോർട്ടിൽ ഡൗൺ ഇൻ മൈ പാസ്പോർട്ട് ഇറ്റ് ഈസ് വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ എന്ന് റിപ്ലൈ കൊടുക്കുകയാണ് നമ്മുടെ സ്പീക്കർ. അപ്പോൾ പിന്നെയും ആ ലാൻഡ് ലേഡി സൈലൻ്റായി നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ് വാട്ട്സ് ദാറ്റ് അതെന്താണ് എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ പറയാണ് ലൈക്ക് ബ്രൂണറ്റ് ഒരു ബ്രൂണറ്റിനെ പോലെയാണെന്ന് പറയാണ്. എൻ്റെ കളർ ബ്രൂണറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡാർക്ക് ബ്രൗൺ ഹെയർ, അതായത് കറുത്ത തലമുടി ഇരുണ്ട കണ്ണുകളും കറുത്ത നിറമുള്ള ആൾ, അതാണ് ബ്രൂണറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ എം ലൈക്ക് ബ്രൂണറ്റ് എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ കളർ ബ്രൂണറ്റ് ആണെന്ന് പറയാണ്. അപ്പോൾ ലാൻഡ് ലേഡി ചോദിക്കുകയാണ് ദാറ്റ്സ് ഡാർക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോയിട്ട് റിപ്ലൈ കൊടുക്കുകയാണ് ഫേസ് എന്താണ് ബ്രൂണറ്റ് പോലെയാണ് അല്ലെങ്കിൽ ബ്രൂണറ്റിൻ്റെ കളറാണ്. ആൻഡ് എന്താണ് ഫീറ്റും അതേപോലെ തന്നെ ഉള്ളം കൈയും എന്താണ് പെറോക്സൈഡ് ബ്ലോണ്ട് വെച്ചിട്ട് ബ്ലീച്ച് ചെയ്ത് പോലെയാണ് ഇരിക്കുന്നത്. അതായത് വൈറ്റ് കളറാണ് തൻ്റെ ഉള്ളം കൈയും കാലിൻ്റെ ഫീറ്റൊക്കെ ഇരിക്കുന്നത് വൈറ്റ് കളറിലാണ്. പക്ഷെ ഫേസ് എന്താണ് ഒരു ബ്രൂണറ്റിൻ്റെ കളറാണെന്ന് നമ്മുടെ പോയിട്ട് ഇവിടെ ഒരു ആക്ഷേപഹാസ്യം കൊണ്ടുവരികയാണ്, മോക്കിയാണ്, സറ്ററിക്കലി ആണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ പോയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇരുന്ന് എന്താണ് ഇരിക്കുന്ന ഭാഗം എന്താണ് കാക്ക കറുപ്പാണെന്ന് പറയുകയാണ്. രാവനെ പോലെ രാവൻ്റെ കളറാണെന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് ഇരുന്ന് താൻ ഇരിക്കുന്ന സ്ഥലം അതായത് ബോട്ടം എന്താണ് ഒരു രാവൻ്റെ കളറാണെന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മുടെ അപ്പോൾ പോയിറ്റിന് തോന്നുകയാണ് എന്താണ് ആ ലാൻഡ് ലേഡി കോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് തോന്നുകയാണ്. അപ്പോൾ പോയിട്ട് ചോദിക്കുകയാണ് 1 minute എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നേരിട്ട് വന്നൊന്ന് നോക്കില്ലേ മാഡം, അതായത് എൻ്റെ കളറ് ഏതാണെന്ന് നേരിട്ട് വന്ന് ഒന്ന് നോക്കില്ലേ മാഡം, അതായത് ഫേസിൻ്റെ കളറ് ഫീറ്റിൻ്റെ കളറ് ഓരോ ഭാഗത്തത് കളർ ലൈറ്റാണോ ഡാർക്കാണോ എന്നൊക്കെ ഒന്ന് നേരിട്ട് വന്ന് നോക്കില്ലേ മാഡം എന്ന് ചോദിക്കുകയാണ്. മോക്ക് ചെയ്തുകൊണ്ട് സെറ്റാറിക്കലി റിട്ടേൺ ചെയ്തതാണ് ചോദിക്കുകയാണ് ആ ലാൻഡ് ലേഡിനോട്. ബിക്കോസ് കാരണം തൻ്റെ കളറിനെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മുടെ പോയിറ്റിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോയിട്ട് എന്ത് ചെയ്യാണ് അവർ ചോദിച്ച ചോദ്യത്തിന് തിരിച്ച് നല്ലൊരു മറുപടിയാണ് ഇവിടെ കൊടുത്തത്. അപ്പം തന്നെ നമ്മുടെ പോയിറ്റിന് മനസ്സിലാകുന്നുണ്ട് ഇവർ കട്ട് ചെയ്യാൻ പോവാണെന്ന്. അപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പോയിട്ട് അവരോട് ചോദിക്കുന്നത്. എത്രയൊക്കെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് വൈറ്റ് പീപ്പിൾ പറഞ്ഞാലും അവരെപ്പോഴും ബ്ലാക്സിനെ തൻ്റെ സ്ലേവായിട്ടും അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഡിസ്ക്രിമിനേഷൻ അവരുടെ മനസ്സിലുണ്ട്. എത്രയൊക്കെ ഇല്ല എന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയും അവരുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് താനൊരു ബ്ലാക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് ആ ഒരു വീട് കൊടുക്കാൻ ആ ലാൻഡ് ലേഡി ഒരിക്കലും ആഗ്രഹിക്കാതിരുന്നത്. അതാണ് എടുത്തെടുത്ത് കളറിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ തീമായി വരുന്നൊരു
സൂപ്പർ satirical poem. So that's all about telephone conversation. Please do read this poem. That's all. See you with another video. Till then, bye.